ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടിസ്ഥാന ശാസ്ത്രം ക്രിസ്മസ് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ 4 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 8 ആക്ടിവിറ്റിയാണുള്ളത്. അതിൽ 6 ആക്ടിവിറ്റിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ് ആ സമയം. ക്വസ്റ്റ്യനൊക്കെ വായിക്കുക, അറിയാവുന്ന 6 എണ്ണം റൗണ്ട് ഇട്ട് വെക്കുക. ഇതിലൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം. റോയിയും അമ്മയും ചായ ഉണ്ടാക്കുകയാണ്. ചായ ഉണ്ടാക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ റോയി നിരീക്ഷിച്ച് പട്ടികപ്പെടുത്തുകയാണ്. ഈ പട്ടിക പൂർത്തിയാക്കുക. ഇവിടെ വെള്ളം തിളയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതെന്താണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ് വെള്ളം തിളയ്ക്കുന്നത്? എന്താണ്? ചാലനമാണ്. വെള്ളം തിളയ്ക്കുന്ന പ്രവർത്തനം എന്താണ്? ചാലനമാണ്. ഇനി പാത്രം ചൂടാകുന്നു. ഇത് ഏത് പ്രവർത്തനമാണ്? സംവഹനമാണ്. എന്താണ് സംവഹനം? വികിരണത്തിന് നമുക്ക് എന്ത് അടയാളപ്പെടുത്താം? വികിരണത്തിൽ നമുക്ക് ചൂട് അനുഭവപ്പെടുന്നു എന്ന് അടയാളപ്പെടുത്താം. അപ്പോൾ ചാലനം, വെള്ളം തിളയ്ക്കുന്നു, സംവഹനം, പാത്രം ചൂടാകുന്നു, വികിരണം, ചൂട് അനുഭവപ്പെടുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ബി ചോദ്യം. സുചാലകങ്ങൾക്ക് ഉദാഹരണം എഴുതുക. സുചാലകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈദ്യുതി കടത്തിവിടുന്നവയാണ് നമ്മൾ സുചാലകങ്ങൾ എന്ന് പറയുന്നത്. അതിൽ അലൂമിനിയം, ചെമ്പ്, ഇരുമ്പ് ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്കാണ് കിട്ടുക. ഓരോ ആക്ടിവിറ്റിക്കും 5 മാർക്കാണ് ഉള്ളത്. ഓക്കെ, അലൂമിനിയം, ചെമ്പ്, ഇരുമ്പ് ഇതൊക്കെ എന്താണ്? സുചാലകങ്ങളാണ്. ഇനി അതിലെ തന്നെ സി ക്വസ്റ്റ്യൻ ആണ്. ചാലനത്തിനും സംവഹനത്തിനും താപപ്രേഷണം നടക്കുമ്പോൾ തന്മാത്രകൾ വഹിക്കുന്ന പങ്കെന്ത്? ഇപ്പം ചാലനം, സംവഹനം എന്ന് പറയുമ്പോൾ ഇവിടെ താപം എന്താണ് പ്രേഷണം ചെയ്യപ്പെടുകയാണ്. അതായത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിൽ തന്മാത്രകളുടെ പങ്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്മാത്രകൾ മാധ്യമമായി നിലകൊള്ളുന്നു. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങൾ നിങ്ങൾ കറക്റ്റ് എഴുതിയിട്ട് നിങ്ങൾക്ക് 5 മാർക്കാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 2. ഇനി നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലെ ചില അവയവങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. ചെറുകുടൽ, ആമാശയം, വായ, വൻകുടൽ, മലദ്വാരം, അന്നനാളം. ചോദ്യം ഇതാണ്: ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ്? അപ്പോൾ നമുക്ക് എഴുതാം ചെറുകുടൽ. എവിടെയാണ്? ചെറുകുടൽ. ഓക്കെ, ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചിട്ടാണ്? ചെറുകുടലിൽ വെച്ചാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. എന്താണ് പെരിസ്റ്റാൾസിസ്? പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അന്നനാള ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനത്തെയാണ് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. എന്താണ്? അന്നനാള ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനത്തെയാണ് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ഇത് എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്കാണ് കിട്ടുക. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മാംസാഹാരികളുടെ കോമ്പലുകൾ വളരെയേറെ വികാസം പ്രാപിച്ചവയാണ്. ഇത് അവയുടെ ആഹാര രീതിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തിനാണ് നമ്മൾ മാംസാഹാരികൾ കോമ്പല്ലുകൾ ഉപയോഗിക്കുന്നത്? മാംസം കടിച്ചു കീറാനാണ് കോമ്പല്ലുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, മാംസം കടിച്ചു കീറാൻ. ഇനി ഡി ചോദ്യം. പോഷണത്തിൻ്റെ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തി ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. ആഹാരം സ്വീകരിക്കൽ, പിന്നീട് എന്താ നടക്കുന്നത്? ദഹനമാണ്, പിന്നെ ആഗിരണം, പിന്നെ സ്വാംശീകരണം, പിന്നെ മലവിസർജനം. ഇതാണ് പോഷണത്തിൻ്റെ ഘട്ടങ്ങൾ. ആദ്യത്തേത് ആഹാരം സ്വീകരിക്കൽ, രണ്ടാമത്തേത് ദഹനം, രണ്ടാമത്തേത് എന്താണ്? ദഹനം, മൂന്നാമത്തേത് ആഗിരണം, നാലാമത്തേത് സ്വാംശീകരണം. ഓക്കെ, അഞ്ചാമത്തേത് മലവിസർജനം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം 3 നോക്കാം. മനുവിന് പനിയാണെന്നാണ് അവൻ്റെ അമ്മ പറഞ്ഞത്. മനുവിൻ്റെ ശരീര താപനില അറിയാനുള്ള ഉപകരണം ഏതാണ് ഉപകരണം? തെർമോമീറ്റർ. ഏതാണ് ഉപകരണം? തെർമോമീറ്റർ. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. താപനിലയുടെ യൂണിറ്റുകൾ എന്തെല്ലാം? താപനിലയുടെ യൂണിറ്റുകൾ ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റുമാണ്. എന്തൊക്കെയാണ്? ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്. ഇത് താപം അളക്കാനുള്ള യൂണിറ്റാണ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം മനുഷ്യൻ്റെ സാധാരണ താപനില എത്ര? മനുഷ്യൻ്റെ സാധാരണ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ്. ഇനി അടുത്ത ചോദ്യം. ലബോറട്ടറിയിൽ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ലബോറട്ടറി തെർമോമീറ്റർ. എന്താണ്? ലബോറട്ടറി തെർമോമീറ്റർ. ഇനി അടുത്ത പ്രവർത്തനം 4. ശ്വാസകോശത്തിൻ്റെ മാതൃക ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊരു ശ്വാസകോശത്തിൻ്റെ മാതൃകയാണ്. ചോദ്യം നോക്കാം. നിങ്ങളുടെ ശ്വാസകോശത്തിൻ്റെ മാതൃക തയ്യാറാക്കിയിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ
ഈ പ്രവർത്തനം ചെയ്തതാണ്. ഈ മാതൃകയിൽ വൈറ്റ്യൂബിൽ ഉറപ്പിച്ച ബലൂണുകൾ ശ്വസന വ്യവസ്ഥയുടെ ഏത് ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്? എന്താണ്? ശ്വാസകോശത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ശ്വാസകോശം. ഇനി അടുത്ത ചോദ്യം, ഉച്ഛ്വാസവായുവിൽ 21% ഓക്സിജനും നിശ്വാസവായുവിൽ 15% ഓക്സിജനുമാണ് ഉള്ളത്. ഈ വ്യത്യാസത്തിൻ്റെ കാരണം എന്താണ്? അപ്പോൾ ഈ വ്യത്യാസത്തിന് കാരണം എന്താണ്? ശാരീരിക പ്രവർത്തനത്തിനായി ബാക്കി ഓക്സിജൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അതുകൊണ്ടാണ് വ്യത്യാസം വരുന്നത്. ഇനി പ്രവർത്തനം 4 നോക്കൂ. ഇവിടെ ഉച്ഛ്വാസം നിശ്വാസം തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടിലും ഉള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് കറക്റ്റ് ഉച്ഛ്വാസത്തിൽ വരുന്നതും അതേപോലെ നിശ്വാസത്തിൽ വരുന്നതും നമ്മൾ വേർതിരിച്ച് ഇവിടെ എഴുതണം. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഉച്ഛ്വാസത്തിൽ ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. നേരെ ഓപ്പോസിറ്റാണ് നിശ്വാസത്തിൽ സംഭവിക്കുക. ഔരസാശയത്തിൻ്റെ വ്യാപ്തി കുറയുന്നു. നെക്സ്റ്റ്, വായു ശ്വാസകോശത്തിലേക്ക് പ്രവർത്തിക്കുന്നു. ഇവിടെ വായു ശ്വാസകോശങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ നിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ വായു പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഔരസാശയത്തിലെ വായുമർദ്ദം കുറയുന്നു. നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ സംഭവിക്കുന്നത്. ഔരസാശയത്തിലെ വായുമർദ്ദം വർദ്ധിക്കുന്നു. ഇനി നമുക്ക് പ്രവർത്തനം 4 നോക്കാം. പ്രവർത്തനം 5 നോക്കാം. ഇതാണ് ക്ലാസ്സിൽ ഒരു കുട്ടി നിർമ്മിച്ച പെരിസ്കോപ്പിൻ്റെ ചിത്രം നോക്കൂ. അപ്പോൾ പെരിസ്കോപ്പിൻ്റെ ചിത്രം കണ്ടല്ലോ. ഇത് പെരിസ്കോപ്പിൻ്റെ നിർമ്മാണത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ വിശദീകരിക്കുക. അപ്പോൾ ഇത് ശരിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിയല്ല, ഇത് തെറ്റാണ്. കാരണം മുകളിലെ ദർപ്പണം സമതല ദർപ്പണം ശരിയല്ല. അതിൻ്റെ പോളിഷ് ചെയ്ത പ്രതലമാണ് മരത്തിന് അഭിമുഖമായി ചിത്രീകരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മുകളിലെ സമതല ദർപ്പണം ശരിയല്ല, അതിൻ്റെ പോളിഷ് ചെയ്ത പ്രതലമാണ് മരത്തിന് അഭിമുഖമായി ചിത്രീകരിക്കേണ്ടത്. ഓക്കെ, ഇതിൻ്റെ രണ്ടാമത്തെ ചോദ്യം, ചിത്രം ശരിയായി വരച്ച പ്രകാശബാധ ചിത്രീകരിക്കുക. അപ്പോൾ അത് ശരിയായ വരച്ച് നമ്മൾ ചിത്രീകരണം കൊടുക്കുക. നെക്സ്റ്റ്, അടുത്ത ചോദ്യം ഇതാണ് ശരിയായ വരച്ച ചിത്രം. ഓക്കെ, അടുത്ത ചോദ്യം, ഈ ഉപകരണത്തിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ശാസ്ത്രതത്വം എന്താണ്? ആവർത്തന പ്രതിപതനം. എന്താണ്? ആവർത്തന പ്രതിപതനം. ഓക്കെ, ഇനി നമുക്ക് പ്രവർത്തനം 6 നോക്കാം. ബാർബർ ഷോപ്പിൽ ഒരു കുട്ടിക്ക് തൻ്റെ പ്രതിബിംബം മുമ്പിലും പുറകിലും ഇരുവശത്തും കാണാൻ സാധിച്ചു. കുട്ടിക്ക് തൻ്റെ പ്രതിബിംബം എല്ലായിടത്തും കാണാൻ സാധിച്ചത് ഏത് പ്രതിഭാസം മൂലമാണ്? ആവർത്തന പ്രതിപതനമാണ്. എന്താണ്? ആവർത്തന പ്രതിപതനം. ഇനി അടുത്ത ചോദ്യം, 2 സമതല ദർപ്പണങ്ങൾക്കിടയിലെ കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം എന്ത്? കോണളവ് വർദ്ധിക്കുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കുറയുന്നു, അതാണ് തമ്മിലുള്ള ബന്ധം. കോണളവ് വർദ്ധിക്കുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കുറയുന്നു. ഇനി അടുത്ത പ്രവർത്തനം, കോണളവ് തന്നിട്ടുണ്ട്, പ്രതിബിംബങ്ങളുടെ എണ്ണം നമ്മളിവിടെ എഴുതണം. അപ്പോൾ നമ്മൾ കോണളവ് 30 ഡിഗ്രി ആണെങ്കിൽ 30 360/30 അത് കിട്ടുന്നതിൽ നിന്ന് 1 മൈനസ് ചെയ്യണം. അപ്പോൾ 360/30 എന്ന് പറയുമ്പോൾ എത്രയാണ്? 12 ആണ്. 12 നിന്ന് 1 മൈനസ് ചെയ്താൽ 11. ഓക്കെ, ഇനി അടുത്തത് എത്രയാണ്? 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രി നമ്മൾ 360 ഡിവൈഡഡ് ബൈ ഹരിക്കണം 60 അല്ലേ? 60. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 6 ആണ് കിട്ടുക. 6 നിന്ന് 1 മൈനസ് ചെയ്തു, അതാണ് 5. ഇനി അടുത്തത് 90 ഡിഗ്രി. 90 ഡിഗ്രി നമുക്ക് നോക്കാം. 360 ഹരിക്കണം 90 എത്രയാണ്? 4 ആണ് കിട്ടുക. അതിൽ നിന്ന് നമ്മൾ 1 മൈനസ് ചെയ്തു, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3 കിട്ടി. അതിവിടെ എഴുതുക. ഇനി അടുത്തത് 320. അപ്പം 360നെ നമ്മൾ 120 കൊണ്ട് ഹരിച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയത് 3 ആണ്. 3 നിന്ന് 1 മൈനസ് ചെയ്യുക, അപ്പോൾ 2. അപ്പോൾ നമുക്ക് 2 ഇവിടെ എഴുതാം. 120ന് 2 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 7. രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. രക്തകോശങ്ങൾ. അപ്പോൾ രക്തകോശങ്ങൾ 3 വിധമാണുള്ളത്. എന്തൊക്കെയാണ്? ചുവന്ന രക്തകോശങ്ങൾ, പിന്നെ വെളുത്ത രക്തകോശങ്ങൾ, പ്ലേറ്റ്ലേറ്റ്. ചുവന്ന രക്തകോശങ്ങൾ എന്താണ്? ഹൃദയമാണ്. അതേപോലെ വെളുത്ത രക്തകോശങ്ങൾ രക്തമാണ്. പ്ലേറ്റ്ലെറ്റുകൾ രക്തക്കുഴലുകളാണ്. ഓക്കെ,
ഇവിടെ കണ്ടല്ലോ, ചുവന്ന രക്തകോശങ്ങൾ ഹൃദയം, വെളുത്ത രക്തകോശങ്ങൾ രക്തം, പ്ലേറ്റ്ലേറ്റ് രക്തക്കുഴലുകൾ. അടുത്ത ചോദ്യം നോക്കാം. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഘടകമേത്? ഹീമോഗ്ലോബിൻ. ഓക്കെ. ഇനി അടുത്ത ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എന്തെങ്കിലും 2 എണ്ണം എഴുതുക. ഇപ്പോൾ ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സമീകൃതമായ ആഹാരം ശീലിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, മദ്യപാനം തുടങ്ങിയ ദുശ്ശീലങ്ങൾ ഒഴിവാക്കുക. ഓക്കെ. ഇനി അടുത്തത് 8ാമത്തെ പ്രവർത്തനം. ഈ ഒരു പേപ്പറിൽ അവസാനത്തെ പ്രവർത്തനമാണ്. രാജു അച്ഛനും കൂടി രാവിലെ 11 മണിക്ക് ബീച്ചിൽ പോയി അവിടെ ഏതാനും മണിക്കൂറുകൾ ചെലവഴിച്ചു. കടൽക്കാറ്റാണോ കരക്കാറ്റാണോ അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവുക? അപ്പോൾ എപ്പോഴാണ് പോയത്? രാവിലെ 11 മണിക്കാണ്. അപ്പോൾ എന്താണ് അനുഭവപ്പെടുക? കടൽക്കാറ്റാണ് അനുഭവപ്പെട്ടിട്ടുണ്ടാവുക. ഇനി അടുത്ത പകൽ സമയത്ത് കടലിലാണ് കരയിലാണ് ചൂട് കൂടുതൽ? എവിടെയാണ് പകൽ സമയത്ത്? കരയിലാണ് ചൂട് കൂടുതൽ. അടുത്ത ചോദ്യം, കരയിലാണോ കടലിലാണോ രാത്രിയിൽ വായുവിന് കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത്? അതും എന്താണ്? തണുപ്പും രാത്രി അനുഭവപ്പെടുന്നത് എവിടെയാണ്? കരയിൽ തന്നെയാണ്. ഇനി അടുത്തത്, കടൽക്കാറ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പകൽ ചൂടേറ്റ് കരയിലെ വായു ചൂടാകുകയും മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. മർദ്ദം കൂടിയ തണുത്ത വായു കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്നു. ഇതാണ് കടൽക്കാറ്റ്. അപ്പം നമ്മുടെ 8 പ്രവർത്തനമാണ് ഡിസ്കസ് ചെയ്തത്. ഇത് സമഗ്ര പ്ലസ് പബ്ലിഷ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ 30 മാർക്കിനാണ് ചോദ്യം ഉള്ളത്. 6 ആക്ടിവിറ്റിയാണ്. ഓരോ ആക്ടിവിറ്റിക്കും 5 മാർക്ക് വീതമാണ്. 2 മണിക്കൂറാണ് നിങ്ങളുടെ സമയം. അപ്പോൾ നല്ല എളുപ്പമുള്ള ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പരിശീലിച്ച് നോക്കുക. കൂടുതൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ലാംഗ്വേജിൻ്റെ ഒക്കെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഒരു ലൈക്കും ചെയ്യുക. ഓക്കെ, താങ്ക് യു.